ഹായ് ഹലോ റീസ്റ്റാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണല്ലേ. അതിലൊരു ടോപ്പിക്കാണ് വിലയിരുത്തൽ. നമുക്കറിയാം, വിലയിരുത്തലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. കേട്ടറ്റിനായാലും LP-UPക്കൊക്കെ ആയാലും. നമുക്ക് നോക്കാം അല്ലേ, ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ, മറക്കല്ലേ. വിലയിരുത്തൽ അഥവാ അസസ്മെൻറ്റ്. നമുക്കറിയാം 3 തരം വിലയിരുത്തലാണ്, 3 തരം അസസ്മെൻ്റ് ആണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അല്ലേ. നമുക്ക് ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മാറ്റിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫോർ, ആസ്, ഓഫ് ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണേ. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ അവിടെ 4 ആണ് വരിക, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് വരിക. വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുമ്പോൾ അവിടെ ആസ് ആണ് വരിക, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ് വരിക. ഓക്കെ, പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് ഓഫ് ആണ് കേട്ടോ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണേ. ഫസ്റ്റ് വൺ, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അപ്പോൾ അവിടെ എന്താ വരിക? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് അല്ലേ. എന്താ നോക്കാം. പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി നടത്തുന്ന വിവിധ ഇടപെടലുകളും വിലയിരുത്തലുകളും ഫീഡ്ബാക്ക് നൽകലുമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതായത് പഠനം നടക്കുമ്പോഴാണ് കേട്ടോ, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് നടത്തുന്ന വിവിധ ഇടപെടലുകളും വിലയിരുത്തലുകളും ഫീഡ്ബാക്ക് നൽകലുമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികളുടെ പ്രകടനം, പഠന തെളിവുകൾ, അധ്യാപികയുടെ നിരീക്ഷണം, കുട്ടികളുമായുള്ള ചർച്ച എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ വിവരം ശേഖരിച്ചാണ് വിലയിരുത്തുന്നത്. എങ്ങനെയൊക്കെയാണ് പഠനത്തിനായുള്ള വിലയിരുത്തലിൽ വിവരം ശേഖരിക്കുന്നത്? കുട്ടികളുടെ പ്രകടനം നോക്കിയിട്ട്, പഠന തെളിവുകൾ നോക്കിയിട്ട്, പിന്നെ അധ്യാപികയുടെ നിരീക്ഷണത്തിലൂടെ, കുട്ടികളുമായുള്ള ചർച്ചയിലൂടെയൊക്കെയാണ് വിവരം ശേഖരിച്ച് വിലയിരുത്തുന്നത് അല്ലേ. ഫീഡ്ബാക്ക് കുട്ടികൾക്ക് നൽകണം, അത് പോസിറ്റീവായിട്ട് തന്നെ നൽകണം അല്ലേ. ഗ്രേഡോ സ്കോറോ പഠനത്തിനായുള്ള വിലയിരുത്തലിൽ ഇല്ല കേട്ടോ. ഗ്രേഡോ സ്കോറോ ഒന്നും പഠനത്തിനായുള്ള വിലയിരുത്തലിൽ നമ്മൾ കൊടുക്കാറില്ല. അതായത് നമ്മളൊരു ക്ലാസ്സിലൊരു ടോപ്പിക്ക് അവതരിപ്പിച്ചു, ഈ ഒരു ടോപ്പിക്ക് കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. കുട്ടികളുടെ പ്രകടനം, പഠന തെളിവുകൾ, അതുപോലെ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടും കുട്ടികളുമായുള്ള ചർച്ചയൊക്കെ ചെയ്തുകൊണ്ട് ആ കാര്യം എത്രത്തോളം അവർക്ക് എത്തി എന്ന് മനസ്സിലാക്കാനുള്ള വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇവിടെ നമുക്ക് ഗ്രേഡോ സ്കോറോ ഒന്നും നൽകേണ്ട കാര്യമില്ല അല്ലേ. അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. പഠന പ്രക്രിയയിലൂടെ നീളം സംഭവിക്കുന്നതാണ് പഠനത്തിനായുള്ള, അതായത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് പഠന പ്രക്രിയയിലുടനീളം സംഭവിക്കുന്നതാണ് കേട്ടോ. അധ്യാപികയുടെ വിലയിരുത്തലും കുട്ടികളുടെ പരസ്പര വിലയിരുത്തലും പഠനത്തിനായുള്ള വിലയിരുത്തലിൽ പെടും കേട്ടോ. അപ്പോൾ അധ്യാപികയുടെ വിലയിരുത്തലും പെടും, കുട്ടികളുടെ പരസ്പര വിലയിരുത്തലും പഠനത്തിനായുള്ള വിലയിരുത്തലിൽ ഉൾപ്പെടും കേട്ടോ. അടുത്തതാണ് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓക്കെ, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. ഇത് പ്രധാനമായും സ്വയം വിലയിരുത്തലാണ് കേട്ടോ. സെൽഫ് അസസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായും സ്വയം വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത്. താൻ ചെയ്ത പ്രവർത്തനത്തിലൂടെ സ്വയം വിമർശനപരമായി കടന്നു പോകുന്ന ഒരു പഠിതാവ് തൻ്റെ മികവുകളും പരിമിതികളും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണിത്. അതായത് പഠിതാവ് തൻ്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രേഡോ സ്കോറോ ഇല്ല കേട്ടോ. അതായത് സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോൾ, സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഗ്രേഡോ സ്കോറോ നമുക്ക് നൽകേണ്ട ആവശ്യമില്ല അല്ലേ. അതുപോലെ എത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ചും നേടേണ്ട നിലവാരത്തെക്കുറിച്ചും ധാരണയുള്ള കുട്ടിക്ക് സ്വയം വിലയിരുത്തൽ നന്നായി നടത്താനാവും. അപ്പോൾ വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് അസസ്മെൻ്റ് ആണ് കേട്ടോ. സ്വയം വിലയിരുത്തലാണ് ചെയ്യുന്നത്. തൻ്റെ കഴിവുകേടുകളൊക്കെ തിരിച്ചറിയുന്നൊരു വിലയിരുത്തൽ പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. ഇവിടെ ഗ്രേഡോ സ്കോറോ ഒന്നും നൽകുന്നില്ല, പഠന പ്രക്രിയയിലൂടെ നീളം സംഭവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തതാണ്
പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ് കേട്ടോ, ഓഫാണേ. ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്തൊക്കെ എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. നിശ്ചിത കാലയളവിൽ ഒരു പഠിതാവിലുണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ വിലയിരുത്തുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ. അതായത് ടേം വിലയിരുത്തലൊക്കെ ഇല്ലേ, ഈ ടേം വിലയിരുത്തൽ ഈ ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതായത് പഠനത്തെയാണ് വിലയിരുത്തുന്നത് കേട്ടോ, ഈ ടേം വിലയിരുത്തൽ. ഇവിടെ നമ്മൾ ഗ്രേഡിങ് നടത്താറുണ്ട് കേട്ടോ. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ ഗ്രേഡിങ് നടത്താറുണ്ട്. എന്നാൽ വേറെ രണ്ടെണ്ണം നമ്മൾ മുൻപ് പഠിച്ചിരുന്നു. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലും വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിങ്ങിലും ഗ്രേഡിങ്ങും സ്കോറിംഗ് ഒന്നും ഇല്ല. എന്നാൽ പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ സ്കോറിങ്ങും ഗ്രേഡിങ്ങും നടത്താറുണ്ട്. കാരണം ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്തൊക്കെ എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. നിശ്ചിത കാലയളവിൽ ഒരു പഠിതാവിൽ ഉണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ വിലയിരുത്തുന്നു. ഒരു യൂണിറ്റിൻ്റെയോ ഒരു ടേമിൻ്റെയോ നിശ്ചിത കാലയളവിൻ്റെയോ അവസാനം നടത്തുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു ടേമിൻ്റെയോ ഒരു യൂണിറ്റിൻ്റെയോ നിശ്ചിത കാലയളവിൻ്റെയോ അവസാനം നടത്തുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ കേട്ടോ. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണേ. ഫലം, അതായത് റിസൾട്ട്, ഫലം രക്ഷിതാക്കളുമായും കുട്ടികളുമായും പങ്കിടാറുണ്ട്. കുട്ടികളുടെ നേട്ടത്തെ നിലവാരവുമായി താരതമ്യം ചെയ്യും. കുട്ടികളുടെ നേട്ടത്തെ നിലവാരവുമായി താരതമ്യം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തെ വിലയിരുത്തൽ. തമ്മിൽ കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം നടക്കുന്ന സമയത്ത്, ഇപ്പോൾ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾ സാധാരണ വിലയിരുത്തില്ല, കുട്ടികൾ എത്രത്തോളം മനസ്സിലാക്കി, ഒരു ക്ലാസ് അവതരിപ്പിച്ചതിന് ശേഷം കുട്ടി എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറഞ്ഞാൽ അത് സ്വയം വിലയിരുത്തലാണ് അല്ലേ, സെൽഫ് അസസ്മെൻ്റ് ആണ് നടത്താറുള്ളത്. തൻ്റെ കഴിവും കഴിവുകേടൊക്കെ തിരിച്ചറിയാനുള്ളൊരു വിലയിരുത്തലാണ് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിൻ്റെയോ ഒരു ടേമിൻ്റെയോ നിശ്ചിത കാലയളവിൻ്റെയോ അവസാനം നടത്തുന്ന എന്താണ് ഒരു വിലയിരുത്തലാണ് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കും, ഗ്രേഡിംഗ് ഒക്കെ നൽകും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്.